തമിഴ്നാട് മുഖ്യമന്ത്രി ജോസഫ് വിജയ്ക്ക് മുന്നറിയിപ്പുമായി ഇടതു പാർട്ടികൾ. തങ്ങൾ വേണോ ചീഫ് സെക്രട്ടറി വേണോ എന്ന് മുഖ്യമന്ത്രിക്ക് തീരുമാനിക്കാമെന്ന ഇടതു പാർട്ടി നേതാക്കൾ. വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിൽ പങ്കെടുക്കുന്നത് തടഞ്ഞുള്ള വിവാദ സർക്കുലറിന്റെ പശ്ചാത്തലത്തിലാണ് ഇടതു പാർട്ടികളുടെ പ്രതികരണം. ചീഫ് സെക്രട്ടറി സായ് കുമാറിന് കാലാവധി നീട്ടി നൽകിയത് റദ്ദാക്കണമെന്നും ഇടതു പാർട്ടികൾ ആവശ്യപ്പെട്ടു. വിശദാംശങ്ങളുമായി ER രാഗേഷ് ചേരുന്നു നാഷണൽ ഡെസ്കിൽ നിന്ന്. ER രാഗേഷ്, കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇത്തരത്തിൽ ഇടതുപക്ഷത്തെ ചൊടിപ്പിക്കുന്ന തരത്തിലുള്ള ചില നടപടികൾ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന്, സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ടുള്ള പ്രതികരണത്തിലേക്കാണ് പോയിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? അതേ ഗൗതം, നിലപാട് കടുപ്പിക്കുകയാണെന്ന് തന്നെ പറയാം. കാരണം 2 ഉത്തരവുകളാണ് സമീപകാലത്ത് വിവാദമായത്. അത് രണ്ടും ഇടതു പാർട്ടികളുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, ഡിണ്ടിഗൽ ജില്ലയിലെ മുസ്ലിയാമ്പാറ താലൂക്കിലെ തഹസിൽദാറിന്റെ വിവാദ ഉത്തരവായിരുന്നു. ആ താലൂക്കിലുള്ള ഇടതു പാർട്ടി അംഗങ്ങളുടെ എണ്ണം എടുക്കണം, അവരുടെ മേൽവിലാസം അടക്കം എണ്ണം എടുക്കണമെന്ന നിർദ്ദേശമാണ് ആദ്യം ഉണ്ടായത്. അതിന് തൊട്ടു പിന്നാലെയാണ് CJP പ്രതിഷേധം, ഇടത് വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിഷേധം തുടങ്ങിയവയിൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കരുത് എന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ഉത്തരവുണ്ടായത്. ഈ 2 ഉത്തരവുകളുടെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഇടതു പാർട്ടികൾ ഏതായാലും നിലപാട് കടുപ്പിക്കുന്നത്. കഴിഞ്ഞ ദിവസം ചേർന്ന പ്രതിഷേധ യോഗത്തിൽ ആദ്യം ഇടതു പാർട്ടികൾ ഈ നിലപാട് വ്യക്തമാക്കി. കാരണം മറ്റു ഉദ്യോഗസ്ഥരാണ് ഇത്തരത്തിൽ ഉത്തരവ് ഇറക്കുന്നതെങ്കിൽ പോലും ചീഫ് സെക്രട്ടറിയുടെ നിർദ്ദേശമില്ലാതെ ഇത്തരമൊരു നിർദ്ദേശം ഉണ്ടാകില്ല. അതുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിക്കെതിരെ നടപടി എടുക്കണമെന്നാണ് ഇടതു പാർട്ടികളുടെ ആവശ്യം. മാത്രമല്ല, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത്തരത്തിൽ ചീഫ് സെക്രട്ടറിയെ നിയമിക്കുന്ന അടക്കമുള്ള നടപടികൾ കൈക്കൊണ്ടത്. അപ്പോൾ എന്തിന് ആ ചീഫ് സെക്രട്ടറിക്ക് കാലാവധി നീട്ടി നൽകി വിജയ് സർക്കാർ എന്ന ചോദ്യമാണ് ഉന്നയിക്കുന്നത്. കാരണം വിജയ് സർക്കാരിന് കേവല ഭൂരിപക്ഷമില്ല. ഇടതു പാർട്ടികളുടെ CPM-ന്റെയും CPI-യുടെയും പിന്തുണയോടുകൂടിയാണ് സർക്കാർ ഭരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ വേണമോ അതോ ഉദ്യോഗസ്ഥർ വേണമോ എന്ന ചോദ്യം കൂടി ഇപ്പോൾ ഉന്നയിക്കുകയാണ് ഇടതു പാർട്ടി നേതാക്കൾ. ഏതായാലും ചീഫ് സെക്രട്ടറിക്കെതിരെ നടപടിയെടുക്കണം. മാത്രവുമല്ല, നീട്ടി നൽകിയ ഉത്തരവ് അത് പിൻവലിക്കണം. ആരെ വേണമെങ്കിലും ചീഫ് സെക്രട്ടറിയായി നിയമിക്കാം, പക്ഷേ ഇദ്ദേഹത്തെ ആ സ്ഥാനത്ത് തുടരാൻ അനുവദിക്കരുത് എന്ന ആവശ്യമാണ് ഇടതു പാർട്ടികൾ മുന്നോട്ട് വെച്ചത്. ചീഫ് സെക്രട്ടറിയോടുള്ള വിയോജിപ്പ് ഏതായാലും ഔദ്യോഗികമായി തന്നെ മുഖ്യമന്ത്രിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇടതു പാർട്ടികൾ. അങ്ങനെ ഈ വിഷയങ്ങളിൽ ഏതായാലും ഇടതു പാർട്ടികൾ നിലപാട് ശക്തമാക്കുകയാണ്. ഏതായാലും TVKയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു പ്രതികരണം വന്നിട്ടുള്ളത് മന്ത്രി CTR നിർമ്മൽകുമാറിന്റെ ഭാഗത്താണ്. ഇക്കാര്യത്തിൽ ഇടതു പാർട്ടികളുടെ ആശങ്കയിൽ മുഖ്യമന്ത്രി അന്തിമ തീരുമാനമെടുക്കുമെന്ന പ്രതികരണം അദ്ദേഹം ഇപ്പോൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ വിവാദ ഉത്തരവിൽ സർക്കാരിന് പങ്കില്ല എന്നൊരു ന്യായീകരണമാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്ത് ഉണ്ടായിട്ടുള്ളത്. ഗൗതം, ER രാഗേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. എന്തായാലും സ്വരം കടുപ്പിക്കുകയാണ് ഇടതു പാർട്ടികൾ. മുഖ്യമന്ത്രി വിജയ്ക്ക് മുന്നറിയിപ്പുമായി നൽകിയിട്ടുണ്ട്.